മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇദ്ദേഹത്തെ കണ്ടോ? നമ്മുടെ തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിലെ വളരെ പ്രധാനിയാണ്. LDFന്റെ കക്ഷി നേതാവാണ് ഇദ്ദേഹം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് മീഡിയ വണ്ണിനെയൊക്കെ വിളിച്ചിട്ട് ഒരു അഭിമുഖം നടത്തിയിട്ടുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നു മേയർ കെയർ പദ്ധതി തട്ടിപ്പാണോ എന്ന്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായ മറുപടി കൊടുക്കാം. നമുക്ക് ഏതായാലും അതുമായി ബന്ധപ്പെട്ട് മീഡിയ വണ്ണിൽ എന്താണ് വാർത്ത വന്നത് എന്ന് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. മേയർ കെയർ സമ്മാന പിരിവ് പദ്ധതിയുടെ പേരിൽ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് അനധികൃതമായി പണം പിരിക്കുന്നു. ദീപക്. തിരുവനന്തപുരം. നിർധനർക്ക് സഹായങ്ങൾ എത്തിക്കാനുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ കെയർ സംരംഭത്തിനെതിരെ പ്രതിപക്ഷം രംഗത്ത്. പദ്ധതിയുടെ പേരിൽ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് അനധികൃതമായി പണം പിരിക്കുന്നുവെന്ന് LDF കക്ഷി നേതാവ് ദീപക് ആരോപിച്ചു. എന്താണ് ഇപ്പൊ ദീപകിന്റെ പ്രശ്നം? ആ പ്രശ്നത്തിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് ഇതേ ദീപക് തന്നെ മീഡിയ വൺ ചാനലിനോട് പറയുന്നുണ്ട് ഈ മേയർ കെയർ പദ്ധതി കൗൺസിലിൽ പോലും വെച്ചിട്ടില്ല എന്ന്. പിന്നെ എന്ത് കോപ്പിനാണോ, കോർപ്പറേഷനിലെ പ്രശ്നമാണോ, തട്ടിപ്പാണോ എന്ന് വിളിച്ചു പറയുന്നത്? സകല വിവേകമുള്ള മലയാളികളും തിരിച്ചറിയാ, കോർപ്പറേഷനിൽ നിന്ന് നയാ പൈസ എടുക്കാതെയാണ് ഈ പറയുന്ന മേയർ കെയർ പദ്ധതി PV രാജേഷ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് പ്രധാനമായിട്ടും ഈ പറയുന്ന ദീപക് വിളിച്ചു പറയുന്നത് വലിയ വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് പണം വാങ്ങുന്നു, പിരിവ് നടത്തുന്നു എന്ന്. അത് ഏത് തരത്തിലുള്ള കുരുപൊട്ടലാണ് എന്നുള്ളതിലേക്ക് നമുക്ക് വരാം. അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇവിടെ കുറച്ച് തെളിവുകളാണ് മുന്നോട്ട് വെക്കാനുള്ളത്. എന്താണ് മേയർ കെയർ പദ്ധതി എന്നുള്ളതിന്റെ ലേറ്റസ്റ്റ് 1-2 ഉദാഹരണങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ആദ്യം തന്നെ എങ്ങനെയാണ് ഇത് തുടങ്ങിയത് എന്നും ഞാനൊന്ന് മുന്നോട്ട് വെക്കാം. ആദ്യം തന്നെ മേയർ VV രാജേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണ്. നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ തന്നെ അടക്കി വെച്ചത് കണ്ടില്ലേ? അതുമായി ബന്ധപ്പെട്ടാണ് നാളെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 4000 ജീവനക്കാർക്കും 101 കൗൺസിലർമാർക്കും മേയർ കെയർ പദ്ധതിയിൽ ഓണക്കിറ്റും ഓണക്കോടിയും നൽകുന്നതിന് മുന്നോടിയായുള്ള തയ്യാറെടുപ്പ്. ഈ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെ മേയർ കെയർ പദ്ധതിയിലൂടെ കളക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിശദമായിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ കൊടുത്തിട്ടുള്ളൂ. ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓണാഘോഷത്തിന് മേയർ കെയർ പദ്ധതിയിലൂടെ കൊടുത്തതിനെ കുറിച്ചൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഒരൊറ്റ പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ ഭരണസമിതിയുടെ ആദ്യ ഓണം കോർപ്പറേഷൻ ജീവനക്കാർക്കും കൗൺസിലർമാർക്കുമൊപ്പം മേയർ കെയർ പദ്ധതിയിൽ 4000 ജീവനക്കാർക്കും കൗൺസിലർമാർക്കും മാധ്യമ പ്രവർത്തകർക്കും ഓണക്കിറ്റും ഓണക്കോടിയും വിതരണം ചെയ്തു. കോർപ്പറേഷന്റെ ഫണ്ടിൽ നിന്നും യാതൊരു തുകയും ചെലവഴിക്കാതെയാണ് ഇക്കാര്യം നിർവഹിച്ചത്. സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. അതായത് കോർപ്പറേഷന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് റോഡ് ഉൾപ്പെടെ ക്ലീൻ ചെയ്യുന്ന, പബ്ലിക് ടോയ്ലറ്റുകൾ ഉൾപ്പെടെ ക്ലീൻ ചെയ്യുന്ന ജീവനക്കാർക്കുൾപ്പെടെ 4000 ജീവനക്കാർക്ക് മേയർ കെയർ പദ്ധതിയിലൂടെ ഓണക്കിറ്റും ഓണക്കോടിയും കൊടുത്ത് ഇതുമായി ബന്ധപ്പെട്ട് നയാ പൈസ കോർപ്പറേഷനിൽ നിന്ന് എടുത്തിട്ട് പോലില്ല. അപ്പൊ കോർപ്പറേഷനിൽ തട്ടിപ്പോ എന്ന് പറയുന്നത് അവിടെ പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പണപ്പിരിവ് നടത്തിയോ എന്നുള്ളതല്ലേ ഈ പറയുന്ന ദീപക് വിളിച്ചു പറയുന്നത്. ഞാൻ അതിന് മറ്റൊരു ഉദാഹരണമാണ് മുന്നോട്ട് വെക്കുന്നത്. നിങ്ങൾ സന്തോഷ് പണ്ഡിറ്റിനെ കണ്ടില്ലേ? ഇതുമായി ബന്ധപ്പെട്ട് VV രാജേഷ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. മേയർ കെയർ പ്രോഗ്രാം വിജയകരമായി തുടരുന്നതിനിടയിലാണ് ശ്രീ സന്തോഷ് പണ്ഡിറ്റ് അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഓട്ടോ വാങ്ങി ഒരാളിന് ജീവിതമാർഗത്തിന് സഹായിക്കാമെന്നും അത് തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ ചെയ്യുവാൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചത്. അപ്പോൾ ഒപ്പമുണ്ടായിരുന്ന LDF, UDF, BJP കൗൺസിലർമാരോട് ഇത്തരത്തിൽ ഒരു കാൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആദ്യം ആവശ്യപ്പെട്ടത് ചെട്ടിവിളകം കൗൺസിലർ ദിനേശ് ആയിരുന്നു. ഇന്നലെ സന്തോഷ് പണ്ഡിറ്റ് കോർപ്പറേഷനിലെത്തി ഓട്ടോ നൽകി. നന്ദി ശ്രീ സന്തോഷ്. നിങ്ങൾ ഇത് കണ്ടില്ലേ? അതായത് നടൻ സന്തോഷ് പണ്ഡിറ്റ് സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് ഒരു സാധാരണക്കാരന് ഒരു ഓട്ടോറിക്ഷ വാങ്ങി നൽകാൻ ആഗ്രഹം വരുന്നു. അത് മേയർ കെയർ പദ്ധതിയിലൂടെ കൊടുക്കണമെന്ന് അദ്ദേഹം സന്നദ്ധത അറിയിച്ചു. അത് മേയർ സ്വീകരിച്ചിട്ട് മേയറുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം അത് കൈമാറി സാധാരണക്കാരന്. മേയർ കെയർ പദ്ധതിയിലൂടെ ഒരു ഓട്ടോറിക്ഷ സാധാരണക്കാരന് കൈമാറി. ഇത് നമ്മുടെ ദീപകിന്റെ ഭാഷയിൽ എങ്ങനെയാ വാർത്ത കൊടുക്കുക? എങ്ങനെയാ മീഡിയ വണ്ണിനോട് പറയാ? സന്തോഷ് പണ്ഡിറ്റിനെ കുത്തിപ്പിഴിഞ്ഞ്
സന്തോഷ് പണ്ഡിറ്റിന്റെ പോക്കറ്റ് അടിച്ച് സന്തോഷ് പണ്ഡിറ്റിന്റെ പോക്കറ്റ് വലിച്ചു കീറി വി രാജേഷ് മേയർ കെയർ പദ്ധതി നടപ്പിലാക്കിയോ തട്ടിപ്പോ. ഇതല്ലേ ഈ പറയുന്ന ദീപക് വിളിച്ചു പറയാ? ഈ ശൈലിയിലാണിപ്പോ ഇവിടെ എന്തോ പ്രശ്നമാണ്, സ്ഥാപനങ്ങളിൽ നിന്ന് പിരിവോ എന്നൊക്കെ. ആ സ്ഥാപനങ്ങളിൽ നിന്ന് ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പിരിവെടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഈ ദീപകിന് എനിക്ക് അയച്ചു തരാം. അത് വി രാജേഷിനെതിരെയാണെങ്കിലും നമുക്ക് ഈ ചാനലിലൂടെ തന്നെ മുന്നോട്ട് വെക്കാം. നമ്മൾ ഇവിടെ നിഷ്പക്ഷമായിട്ടാണ് കാര്യങ്ങൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ആരുടെ ഭാഗത്താണ് നീതി? ആരാണ് സാധാരണക്കാരെ സഹായിക്കുന്നത്? അത് നിലവിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വി രാജേഷ് തന്നെയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഈ പറയുന്ന ദീപകിനോടൊക്കെ ഒരു നന്ദിയുണ്ട്. കാരണം മറ്റൊന്നല്ല, ദീപക്കൊക്കെ നിരന്തരം മേയർ എന്ത് പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിലും അതിനെതിരെ ഇതുപോലെ ഉറഞ്ഞു തുള്ളി വരണം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. എന്നിട്ട് ജനങ്ങളിലേക്ക് അത് കൃത്യമായിട്ട് എത്തിക്കാൻ സാധിക്കും. ഈ മേയർ ഈ പറയുന്ന മേയർക്കെതിരെ ഇതൊക്കെ ദീപക് വിളിച്ചു പറഞ്ഞതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതൊക്കെ നോക്കുന്ന സമയത്ത് മറ്റൊരു പ്രധാനപ്പെട്ട മേയർ കെയർ പദ്ധതി ഉണ്ട്. ഞാൻ അതും കൂടി ഒന്ന് മുന്നോട്ട് വെക്കാം. അതും മേയർ വി രാജേഷിന്റെ പോസ്റ്റ് തന്നെയാണ്. കോർപ്പറേഷൻ ഭരണം ആരംഭിച്ച ശേഷം ഏറ്റവും സന്തോഷം നൽകിയ ഒരു ദിവസമായിരുന്നു ഇന്ന്. മേയർ കെയർ പദ്ധതി ഇന്ന് ആരംഭിച്ചു. കോർപ്പറേഷൻ ഫണ്ടിൽ നിന്ന് പണം ഉപയോഗിക്കാതെ 5000 കുട്ടികൾക്ക് ബാഗും മറ്റു പഠനോപകരണങ്ങളും നൽകി മേയർ കെയർ തുടരും. അതായത് 5000 വിദ്യാർത്ഥികൾക്ക് വിദ്യാലയം തുടങ്ങുന്ന തുടക്ക സമയത്ത് സഹായിക്കുക. 5000 വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് 5000 കുടുംബങ്ങളിലേക്കാ. അത് 10,000-ത്തിലധികം ആളുകളിലേക്കാണ് ആ മേയർ കെയർ പദ്ധതി നേരിട്ടെത്തിയത്. ഈ ബാഗ് കൊടുക്കുന്നത്, വിദ്യാർത്ഥികളെ സഹായിക്കുന്നത്, അതിനുശേഷം ഓട്ടോറിക്ഷ കൊടുക്കുന്നത്, ഇപ്പൊ ലേറ്റസ്റ്റ് ഓണക്കിറ്റ്, ഓണക്കോടി, ഇതൊക്കെ കണ്ട് ഈ ദീപക്കിനൊക്കെ വിരളി പിടിച്ച് രംഗത്തെത്തി തോന്നിയത് വിളിച്ചു പറയാ. കാരണം മറ്റൊന്നല്ല, അപ്പുറത്ത് പിരിവ് ഇപ്പുറത്തൊരു പിരിവ് എന്നൊക്കെ പിരിവ് കണക്ക് പറയാനും കാരണമുണ്ട്. ഈ ഇടത് നേതാക്കന്മാരുടെ സകല പിരിവ് നിന്ന് എടുക്കുക. BJP അധികാരത്തിലെത്തിയ സമയം മുതൽ ഒരു പിരിവ് നമ്മളിപ്പോൾ അടുത്ത് കണ്ടതാണ്. മാർക്കറ്റിലെ ഒരു സാധാരണക്കാരിയെ പോലെ ഞെട്ടിച്ച് 500 രൂപ ദിനം പ്രതി വാങ്ങുക. അത് വി രാജേഷ് നേരിട്ടെത്തിയിട്ട് അതിനെ അങ്ങ് ബ്ലോക്ക് ഇട്ടിട്ടുണ്ട്, അതിനെ അങ്ങ് നിർത്തലാക്കിയിട്ടുണ്ട്. ഈ അനധികൃതമായിട്ട് കെട്ടിപ്പൊക്കിയതൊക്കെ തന്നെ അങ്ങ് ഇടിച്ചു പൊളിക്കൽ തുടങ്ങിയിട്ടുണ്ട്. ഈ അനധികൃതമായി കെട്ടിപ്പൊക്കിയവരൊക്കെ ഇടത് നേതാക്കന്മാർക്ക് എന്തെങ്കിലും കൊടുക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമോ? അപ്പൊ ഇത് വാങ്ങാത്തവരാണ് അനധികൃതമായി ഉണ്ടാക്കിയതിനൊക്കെ എടുത്ത് പൊളിച്ചെറിയുക എന്നുള്ളതൊക്കെ വിവേകമുള്ള സകല മലയാളികൾക്കറിയാം. ഇപ്പൊ പിരിവൊന്നും കാര്യമായിട്ട് ഇടത് നേതാക്കന്മാർക്ക് നടക്കുന്നില്ല എന്ന് തോന്നുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും ഈ ഭരണമെന്ന് മാറ്റിപ്പിടിക്കണേ, ഈ ഭരണമെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തള്ളിയിടണല്ലോ. അപ്പൊ നോക്കുമ്പോഴാണെങ്കിൽ മേയർ കെയർ പദ്ധതി സകല ജനങ്ങളെ സഹായിക്കുക, സാധാരണക്കാരെ മത്സരിച്ച് സഹായിക്കുക. ഈ സഹായം തുടർന്നാൽ 2047 വരെ തലസ്ഥാന നഗരി BJP തന്നെ ഭരിക്കൂലേ? അപ്പൊ എങ്ങനെയും വി രാജേഷിന്റെ ഇമേജ് തകർക്കണം. അതിന് നട്ടാൽ മുളയ്ക്കാത്ത പച്ചക്കള്ളവുമായിട്ട് ദീപക് വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ പുച്ഛിച്ച് തള്ളില്ലേ. ഈ ഇടത് നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ മേയർ കെയർ പദ്ധതിക്ക് പകരമായിട്ട് നിങ്ങൾ ഒരു പ്രതിപക്ഷ കെയർ പദ്ധതി തുടങ്ങൂ. എന്നിട്ട് ജനങ്ങളെ മത്സരിച്ച് BJP ചെയ്യുന്നതിനേക്കാൾ അധികം സഹായിക്കൂ. അല്ലാതെ നിങ്ങൾ ഈ കള്ളവും പച്ച കള്ളം വിളിച്ചു പറഞ്ഞാൽ ദീപകെ ആളുകൾ കണ്ടം വഴി ഓടിക്കൂലേ? ഇതൊക്കെ തന്നെ ഇടത് നേതാക്കന്മാർ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലേ?